വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 2-ാം തീയതി. വിശുദ്ധ യൗസേപ്പിൻ്റെ തിരഞ്ഞെടുപ്പ്. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തം മാനവരാശി പൈശാചികമായ പാരതന്ത്ര്യത്തിൽപ്പെട്ടു. എന്നാൽ ദൈവത്തിന് മാനവകുലത്തോടുള്ള കാരുണ്യനിമിത്തം ഒരു പരിത്രാതാവിനെ വാഗ്ദാനം ചെയ്തു. ദൈവം തന്നെ മനുഷ്യനായി അവതീർണനായി പരിത്രാണന കൃത്യം നിർവഹിക്കുക എന്നതായിരുന്നു പദ്ധതി. ദൈവകുമാരൻ നരജന്മം വരിക്കുന്നതിന് മാതൃത്വപദം സമലങ്കരിക്കുവാൻ നിത്യകാലം മുതൽ തന്നെ പരിശുദ്ധ കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവജനനി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ സുതനായ ദൈവത്തെ ഗർഭം ധരിക്കും. എന്നാൽ അത് ഒരു രഹസ്യമായി പരിരക്ഷിക്കണം. കൂടാതെ ദൈവജനനിയുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ടതും ആവശ്യമാണ്. അതിനാൽ അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദ് വംശജനായ യാക്കോബിൻ്റെ പുത്രൻ യൗസേപ്പിനെ തന്നെ ദൈവം അവിടുത്തെ അനന്തജ്ഞാനത്താൽ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് തന്നെ മാർ യൗസേപ്പ് പിതാവിൻ്റെ മഹത്വത്തെ അപാരമാക്കി തീർക്കുന്നു. അദ്ദേഹം മർത്യനായി അവതരിക്കുന്ന ദൈവകുമാരൻ്റെ വളർത്തുപിതാവായി സേവനം അനുഷ്ഠിക്കേണ്ട വ്യക്തിയാണ്. ഏതാദൃശമായ ഉന്നത സ്ഥാനം സമലങ്കരിക്കുവാൻ മനുഷ്യരിൽ നിന്നും ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. അതും മാർ യൗസേപ്പ് പിതാവിൻ്റെ മഹത്വത്തെ ദ്വിഗുണീഭവിക്കുന്നു. ഒരു വ്യക്തിയെ അനന്യസാധാരണമായ ഒരു ദൗത്യം നിർവഹിക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ആ വ്യക്തിക്ക് ചില ഗുണങ്ങളും മേന്മകളും ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ലോകാരംഭം മുതൽ അവസാനം വരെ ജന്മമെടുത്തിട്ടുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹവായ്പോടുകൂടി വിശുദ്ധ യൗസേപ്പിനെ ദൈവജനനിയുടെ വിരക്ത ഭർത്താവും ലോകപരിത്രാതാവായ ഈശോ മിശിഹായുടെ വളർത്തുപിതാവുമായി നിയോഗിച്ചതിൽ നിന്നും വിശുദ്ധ യൗസേപ്പിൻ്റെ മഹത്വം എത്ര സീമാതീതമാണെന്ന് ഗ്രഹിക്കാം. ദൈവം നമ്മെയും സവിശേഷമായ വിധം സ്നേഹിച്ച് ഇന്നത്തെ തിരുസഭയിൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുവാൻ മാത്രമേ ജീവിത സാഫല്യം അടയുകയുള്ളൂ. ജീവിത വിജയം വരിക്കുന്നതിനും അത് ആവശ്യമാണ്. പിതാവായ ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചാണ് വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തത് എന്നാണല്ലോ ഐതിഹ്യം. ഏതായാലും വിശുദ്ധ യൗസേപ്പ് ദാവീദ് രാജവംശത്തിൻ്റെ അഭിമാനപാത്രവും സകല മനുഷ്യ വ്യക്തികളിലും സമാദരണീയനുമാണെന്ന് മനസ്സിലാക്കാം. സംഭവം: മാർസെയിൽസ് പട്ടണത്തിൽ വിശ്വാസം പരിത്യജിച്ച് ഒരു മനുഷ്യൻ അസന്മാർഗിക ജീവിതം നയിച്ചിരുന്നു. 876 ഇയാൾക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു. ഇയാളുടെ പരിതാപകരമായ ആധ്യാത്മിക തകർച്ചയും രോഗവും നിമിത്തം ബന്ധുമിത്രാദികൾ ഭയവിഹ്വലരായി. മരണാവസ്ഥയിലെങ്കിലും ഇയാൾക്ക് മനപരിവർത്തനം ഉണ്ടാകണമെന്ന് കരുതി ഉറ്റ ബന്ധുക്കൾ പല ഉപദേശങ്ങളും നൽകി. എന്നാൽ യാതൊരു വ്യത്യാസവും ആ മനുഷ്യനിൽ ഉണ്ടായില്ല. അയാൾ കിടന്നിരുന്ന തൊട്ടടുത്ത മുറിയിൽ കുടുംബാംഗങ്ങൾ മാർ യൗസേപ്പ് പിതാവിൻ്റെ സ്വരൂപം സ്ഥാപിച്ച് പ്രതിഷ്ഠയും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ജപങ്ങൾ നിർത്തുമ്പോൾ അടുത്ത മുറിയിൽ കിടക്കുന്ന രോഗി സ്വകുടുംബാംഗങ്ങളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രാർത്ഥനയുടെ 9-ാം ദിവസം ഏവർക്കും വിസ്മയം ജനിപ്പിക്കുമാറ് ആ മനുഷ്യനിൽ ഭാവപകർച്ചയുണ്ടായി. ഒരു വൈദികൻ സമീപത്ത് അണയുവാൻ പോലും അനുവദിക്കാതിരുന്ന ആ മനുഷ്യൻ ഉടനെ ഒരു വൈദികനെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ ഉത്തമ മനസ്താപത്തോടുകൂടി പാപസങ്കീർത്തനം നിർവഹിക്കുകയും നല്ല മരണം പ്രാപിക്കുകയും ചെയ്തു. ജപം. ദാവീദ് രാജവംശത്തിൽ പിറന്ന വിശുദ്ധ യൗസേപ്പെ, അങ്ങ് സകല മനുഷ്യവ്യക്തികളിലും ഉന്നതമായ മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായി തീർന്നല്ലോ. വന്യപിതാവേ, അങ്ങേ മക്കളായ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അഭിമാനപാത്രവും സഭാമാതാവിൻ്റെ വിശിഷ്ട സന്താനങ്ങളുമായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തിന് അങ്ങ് പാത്രീഭൂതനായതുപോലെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള മഹനീയ പദവിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാറിയ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. വിവേകമതിയായ വിശുദ്ധ യൗസേപ്പേ, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ. വിവേകമതിയായ വിശുദ്ധ യൗസേപ്പേ, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ. വിവേകമതിയായ വിശുദ്ധ യൗസേപ്പേ, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ.